ലോൺലിനെസ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോൺലിനെസ്സിനെ കുറിച്ച്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആയിരിക്കില്ല, പലപ്പോഴും ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഭയങ്കര ലോൺലി എന്ന് ഫീൽ ചെയ്യും. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് എനർജി എൻ്റെ ഉള്ളിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട്, എനിക്ക് തീരെ പരിചയമില്ലാത്ത ആൾക്കാരോട് വരെ കുറേ കാലമായിട്ട് എനിക്ക് അവരോട് ബന്ധമുള്ള പോലെ ഇങ്ങനെ ഇടപഴകി സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ അങ്ങനത്തെ ഒരു എനർജി മുമ്പോട്ട് ഇടുമ്പോൾ അവൻ തിരിച്ചും ഇങ്ങനത്തെ ഒരു എനർജി റിട്ടേൺ കിട്ടുന്നുണ്ട്. കാരണം ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അവരുടെ എമോഷൻസിനെ വാല്യൂ ചെയ്യാനും നോട്ടീസ് ചെയ്യപ്പെടാനും. അവർക്ക് കിട്ടാണ്ട് പോകുന്നത് ഇതുപോലെ തന്നെ കേൾക്കാനൊരാൾ. അതൊന്നുകൊണ്ട് മാത്രം പല മാറ്റങ്ങൾ വന്നേക്കാം. റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കഥയാണ്. ആ കുട്ടി ഒരു ദിവസം ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, അവളെന്തോ ബിസിയിലായി പോയി. അവളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള 5-6 കുട്ടികളുണ്ട്, അവരെല്ലാവരെയും വിളിച്ചു. ആർക്കൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ല, ഓരോരുത്തരും ഓരോ ബിസിയിലായി പോയി. പിറ്റേ ദിവസം അവരറിയുന്ന ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ്. അപ്പോൾ അവളിനോട് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇന്നും അവരുടെ കൂടെ ഉണ്ടാവുമായിരുന്നു എന്നുള്ള പോലത്തെ ഒരു സംഭവം പറഞ്ഞു. പക്ഷെ ആർക്കൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ല. അവളെ പറഞ്ഞ എന്നെ വല്ലാണ്ട് ബാധിച്ച സ്വഭാവം. ഞാനും ആ ഒരു രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ലൈക്ക് സിസ്റ്റം നമ്മളൊരു പണി ചെയ്യുന്നുണ്ട്. നമുക്കൊരു EMI അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് നീതിൻ്റെ പിന്നാലോട് നീതി ചെയ്തുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മളെ ഫാമിലി സേഫാക്കാനും ഫീഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. EMI അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കും. ജോലി ഒരു ദിവസം പോലും ലീവാക്കാൻ പറ്റാണ്ട് വരുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലുള്ളവരുണ്ട്, എൻ്റെ ചുറ്റുള്ളവരുണ്ട്, ഇങ്ങനെയുള്ളവർ. ഞാൻ കഴിയുന്നതും ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നിന്ന് വിട്ടുക്കാൻ ശ്രമിക്കുമെങ്കിലും പറ്റാണ്ടിരിക്കുക. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു എസ്കേപ്പ് ഫ്രം ദിസ് മെട്രിക്സ്. പക്ഷേ ഈ ഓട്ടത്തിനിടക്കും നമ്മളിങ്ങനെ എന്താണ്, ചിലരെ കാണാനും ചിലരെ കേൾക്കാനും സമയം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എനിക്ക് തോന്നുന്നു. ലൈക്ക് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ വേണമെങ്കിൽ കുറേ പ്രാവശ്യം സൂയിസൈഡിനെ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഓരോ ടൈമിലും എന്നെ ഇന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്, ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഉണ്ടായില്ല, ഇങ്ങനെ ഒറ്റക്കാണ്. എന്നാലും ഇങ്ങനെ തോന്നുന്ന ഒരു മൊമെൻറ്റിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വയം പരിക്കേൽപ്പിക്കുക ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തോന്നുന്ന തോട്ട് മാത്രമാണ്. എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനാണ്, തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ യു ഷുഡ് റെസ്പെക്ട് ദെയർ ചോയ്സ് എന്ന്. അത് ചെയ്തോട്ടെ എന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതായിരുന്നു. ഒരു സെക്കൻഡിൽ തോന്നുന്ന തോട്ട്. എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പല ടെൻഡൻസിയും വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആലോചിക്കുക, ഈ ഒരു പടം 2 മാസം കഴിഞ്ഞ് ഇറങ്ങാനുണ്ട്, അത് കണ്ടിട്ട് സൂയിസൈഡ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു തോട്ട് വരികയാണെങ്കിൽ 2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആ തോട്ട് എത്ര മണ്ടത്തരമാണ് നമുക്ക് ലൈഫ് പ്രൂവ് ചെയ്ത് തരും. നിങ്ങൾ ക്ലൂലെസ് ആയിട്ട് നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പെട്ടെന്ന് എവിടുന്ന് ഒരു സൊല്യൂഷൻ വരുന്ന പോലെ കാണും. അത് നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഹെൽപ്പ് തേട്. ഫ്രണ്ട്സ് ഉണ്ടാവും. ലൈക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്തെങ്കിലും, ക്ലോസ് ഫ്രണ്ട്സ് അല്ല, ഏത് ഫ്രണ്ട്സ് ആണെങ്കിലും, എനിക്ക് അറിയുന്ന ആരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും എന്തെങ്കിലും ഇതേപോലെ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ്. നിങ്ങളെക്കൊണ്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സഹായം എന്ന് പറയുന്നത് അയാളെ കേൾക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒന്നും പറയണമെന്ന് പോലുമില്ല, കേട്ടിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെയെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടായേക്കാം. എല്ലാവർക്കും എല്ലാ കാലത്തും ഒരാളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. കാരണം നമുക്കും പ്രശ്നങ്ങളുണ്ട്. നമുക്കും ആ പ്രശ്നവും ഈ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങൾ സന്തോഷത്തോടുള്ള ഒരു ദിവസം, ആ ദിവസം നിങ്ങൾക്ക് വേറെ ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റും. ഷുവറാണ്. ഒന്നും വേണ്ട, സ്റ്റേ ഇട്ടിരുന്നാൽ മതി.